അല്ല, അങ്ങനെയല്ല. അത് നിങ്ങൾ പറഞ്ഞാൽ അത് ആവില്ല. ബജറംഗ് ദൾ എന്ന് പറഞ്ഞാൽ അവരൊരു സംഘടനയാണ്. BJP എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അല്ല, അത് നിങ്ങൾ അവരോട് ചോദിക്കണം. എന്നെ അങ്ങനെ പ്രൊവോക്ക് ചെയ്യാൻ നോക്കണ്ട. ബജറംഗ് ദൾ ഒരു ഇൻഡിപെൻഡന്റ് ഓർഗനൈസേഷൻ. അവർ തെറ്റ് ചെയ്താൽ നീതിനെതിരെ അവരെ ശിക്ഷിപ്പിക്കും. അതിൽ ഒരു ആർക്കും ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല. കേരളത്തിലടക്കമേ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രചരണം കോൺഗ്രസ് നടത്തുന്നില്ല. അല്ല, അതല്ല ഞാൻ പറഞ്ഞത്. ഇത് ഒരു അവസരവാദ രാഷ്ട്രീയല്ലേ, ഒരു വൾച്ചർ പോളിറ്റിക്സ് അല്ലേ. ഒരു ഇഷ്യൂ ഒരു സെൻസിറ്റീവ് ഇഷ്യൂ, ഒരു പ്രശ്നം ഉണ്ടാവാത്ത സമയത്ത് അത് മുന്നമന്ത്ര ഇഷ്യൂ ആണോ, ഇതാണോ, ആരാണ് ശരിക്ക് സമുദായത്തിനു വേണ്ടി പ്രശ്നമുള്ള ആൾക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്? BJP അല്ലേ. അതിനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ കോൺഗ്രസ്സുകാർ പോയത് ആരാ ഇപ്പൊ ഛത്തീസ്ഗഡ് പോയിരിക്കുന്നത്? ഫ്രാൻസിസ് ജോർജ് ഇന്നലെ എന്താണ് പാർലമെന്റിൽ പറഞ്ഞത്? 5 എയ്റോപ്ലെയിൻ തകർന്നു വീണുന്നു. ഇവരിങ്ങനെ നുണ പറഞ്ഞ് നടക്കുന്ന രാഷ്ട്രീയക്കാരല്ലേ ഇതില് ഇൻവോൾവ് ചെയ്യുന്നത്? ഞാൻ എല്ലാവരോടും മാധ്യമക്കാരുടെ ത്രൂ വഴി പറയാണ്, ഏത് സമുദായമാണോ, ഏത് പ്രശ്നമാണോ, ഞങ്ങൾ അതിനു വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കും. അതിന് നീതി നൽകാൻ BJP ഇറങ്ങും. അതിൽ ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. അത് എവിടുന്ന് വന്ന ഇഷ്യൂ ആണോ, ആര് ചെയ്ത ഇഷ്യൂ ആണോ, നമ്മുടെ സംസ്ഥാനത്തിന് BJPന്റെ സംസ്ഥാനമാണോ, അത് ബജറംഗ് ദളാണോ, ആര് ചെയ്താലും നീതി നടപ്പിലാക്കാൻ ഞങ്ങൾ ഇറങ്ങും. അല്ല, അത് ഇന്ന് കൺക്ലൂഡ് ചെയ്യണ്ടല്ലോ. അത് നമ്മൾ കേസുണ്ടല്ലോ, കോർട്ടിൽ കേസുണ്ട്. ഞങ്ങൾ പറയുന്നത് BJP കേരളം അവരുടെ ഒപ്പം ഉണ്ട്. അവർക്ക് വേണ്ടി എന്ത് സഹായം വേണമെങ്കിൽ ഞങ്ങൾ ചെയ്യും. അവരെ രക്ഷിക്കാൻ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്, ഇറങ്ങും, ഇനിയും ചെയ്യും. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. ഞാൻ ഇവരെ അറിയാം, ഇവരുടെ ചർച്ചിനെ അറിയാം, കാർഡിനൽസിനെല്ലാം അറിയാം. ഇവര് മതപരിവർത്തനത്തിനെല്ലാം വന്നിരിക്കുന്നത്. അവര് ട്രാഫിക്കിങ്ങിന്റെ ഒരു ഓർഗനൈസേഷൻ അല്ല. അങ്ങനത്തെ ചില പെന്റക്കോസ്റ്റലോ ചില ചർച്ചസ് ആയിരിക്കും. അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ ഇവരങ്ങനത്തെ കന്യാസ്ത്രീകൾ അല്ല എന്ന് ഞാൻ ശക്തമായിട്ട് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. അവർക്ക് നീതി നൽകണം. അവരെ എത്ര വേഗം അവിടുന്ന് വിടാൻ കഴിഞ്ഞാൽ അത് ചെയ്യണം എന്നാണ് എന്റെ ഒരു അഭ്യർത്ഥന. അത് ഞാൻ അവരുടെ സർക്കാർ അല്ലല്ലോ. അത് എനിക്ക് പറയാൻ അങ്ങനെ ഒരു അല്ല. BJP കേരളം ഞങ്ങൾ ശക്തമായിട്ട് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പറയേണ്ടതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അനൂപ് ആന്റണി അവിടെ ഓൺ ദ ഗ്രൗണ്ട് ഉണ്ട്. അദ്ദേഹം ഒരു ജനറൽ സെക്രട്ടറിയാണ്, പാർട്ടിന്റെ ഒരു സീനിയർ ലീഡറാണ്. അതിന്റെ ഫാക്ട്സും ഫിഗേഴ്സും എല്ലാം അദ്ദേഹത്തിന്റെ അടുത്തുണ്ട്. അവര് പിന്നെ അവിടുത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഹോം മിനിസ്റ്ററിന്റെ ഒപ്പം സംസാരിക്കും.